ഹലോ, ഇത് ഗീത്തോൻ്റെ വേറെ ആംഗിൾ കേട്ടോ. പറഞ്ഞ നമ്മളെ ആംസ്റ്റർഡാം ട്രിപ്പ് തുടരുന്നു. കണ്ടോ, കുറേ ബോട്ടുകൾ പറയുന്നത് 700 മിനിമം 700 ബോട്ടുകൾ ഇതുപോലെ ഇങ്ങനെ ഇതിൽ പാസ് ചെയ്യുന്ന പറയുന്നു. കുറേ വുഡൻ ബ്രിഡ്ജുണ്ടോ, ഒക്കെ വുഡൻ ബ്രിഡ്ജ് കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ടോ, ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ബിസിയാണ് ഇവിടെ. അത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. എന്താല്ലേ ഈ സൈഡ്, ഇപ്പുറത്തെ സൈഡ് എന്താണ് ഈ ഇതുപോലത്തെ ഒരു വീടിനൊക്കെ പറഞ്ഞാൽ കോടികളാണ് ഇവിടെ. അപ്പോൾ ഈ വീട് ഇവിടുത്തെ ലൈബ്രറി കാണും. എന്താണ് നല്ലൊരു പ്രത്യേക ലൈഫാട്ടോ ഇവിടെ. ഇത് പോസ്റ്റ് ബോക്സ് ആട്ടോ ഇവിടുത്തെ. എന്നാ വീടാണ് ഇവിടുത്തെ ടച്ച് റൂഫ്. ഈ റൂഫിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഈ റൂഫ് റിപ്പയർ ചെയ്ത് മാറ്റണമെങ്കിൽ 60,000 യൂറോ എന്ന് പറയുന്നു. ഇതും ഈ മേലത്തെ ഈ മേൽക്കൂര മാറ്റാൻ വേണ്ടി മാത്രം. അത്രയ്ക്ക് ചിലവാണ് പോലും. കാരണം ഈ ഇഷ്ടിക എന്നെക്കാട്ടിയും മറ്റേ ടൈൽസിനെക്കാട്ടിയും ചിലവെന്ന് പറയും. ഓരോ വീടിന് വില 9 കോടിയൊക്കെയാണ്. 900 യൂറോ, 900 എന്താ പറയുക 9 ലക്ഷം യൂറോ, എന്താ പറയുക 900,000. ഓരോ 9 ലക്ഷം യൂറോക്കാണ് ഇതിന് വില. ഭയങ്കര ചിലവാണ് ഇവിടെ വന്ന്. അതായത് പുതിയ പണി വെച്ചാണ്. കളർ വേണ്ട, പുതിയ പണി വെച്ച വീടത്. 9 ലക്ഷമാണ് ഒരു വീടിൻ്റെ വില. ഇവിടെ വന്ന് താമസിക്കണമെങ്കിലേ കാറുകൾ വരാത്ത ഏരിയയാണിത്. കാറുകളില്ലാത്ത വില്ലേജ്, ബോട്ട് മാത്രം, ഒന്നുമില്ല. ഒരു ഷോപ്പ് ഇതൊന്നും കാണുന്നില്ല. എങ്ങനെ ജീവിക്കുന്നോ ഇവർക്കൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കഥ. ഈ ചങ്ങാതി പിന്നെ ഇവിടുത്തെ വലിയ ഫേമസ് നടനാണ്, ഡച്ച് നടനായി ചങ്ങായി. ഈ പ്രതിമ കേട്ടോ ഇതണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 700 ബോട്ടുകൾ. പിന്നെ ട്രാഫിക് ഉണ്ട്. പല ഇതൊരു ജംഗ്ഷനാണ്. അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, പാലങ്ങൾ നടന്നിട്ട് പോവുക, ബോട്ടിലും പോവാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കഥകൾ. എന്തായാലും എക്സ്പ്ലോർ ചെയ്യ്. ഇത് വേറെ എന്ത് ഭംഗി ഇത് ചെയ്തൊക്കെ പറയും. പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. മറ്റേ അർജിച്ചുള്ള എൻ്റെ ബാക്കിലുള്ളത് ഇതൊക്കെ ഇപ്പോൾ പുതിയ എടുത്ത് ചെയ്താണ്. ഇതൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യട്ടോ മാക്സിമം.